കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് പടിയൂരിൽ ABC സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 മുതൽക്ക് തന്നെ നമ്മുടെ ജില്ലയിൽ ABC ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്കറിയാം ഏതാണ്ട് തെരുവിൽ 30,000-ഓളം നായ്ക്കൾ വിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ABC പദ്ധതി യഥാർത്ഥത്തിൽ വന്ധ്യംകരിക്കുക, തെരുവ് പട്ടികളുടെ പ്രജനനം കുറയ്ക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ ഉദ്ദേശം ജില്ലയിൽ ഒരു സെൻറ്റർ ജില്ലാ പഞ്ചായത്താണ് നടത്തുന്നത്. കൂടുതൽ സെൻറ്ററുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ABC കേന്ദ്രമാണ് കണ്ണൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ABC കേന്ദ്രം ഒരിക്കലും നമുക്ക് മൃഗാശുപത്രിയുടെ കൂടെ ആവാൻ പാടില്ല. കാരണം മൃഗാശുപത്രികളിൽ നല്ല രീതിയിൽ വളർത്തുന്ന നായകളെയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അത്തരം മൃഗാശുപത്രിയുടെ അടുത്ത് തന്നെ നമ്മൾ തെരുവിൽ നിന്നും പിടിക്കുന്ന അനാഥ നായകളെ കൊണ്ടുവരികയാണെങ്കിൽ അനാഥ നായകൾക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. അത് ഈ വളർത്തുന്ന നായകളിലേക്ക് കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ABC കേന്ദ്രം എപ്പോഴും നമുക്കൊരു 1 ഏക്കറെങ്കിലും ഉള്ള സ്ഥല സൗകര്യം ആവശ്യമാണ്. അത് എപ്പോഴും ജനങ്ങളധികം തിങ്ങിപ്പാർക്കാത്ത സ്ഥലങ്ങളാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ABC സെൻറ്റർ പടിയൂർ ആരംഭിച്ചിരിക്കുന്നത്. പടിയൂർ കേന്ദ്രത്തിൽ നമുക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതോടനുബന്ധിച്ച് നമുക്ക് മറ്റ് മൃഗങ്ങളുമായിട്ട് സമ്പർക്കം വരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ഒരു ABC കേന്ദ്രമായി അതിനെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തിനാകമാനം മാതൃകയാകുന്ന രീതിയിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഈ സ്ഥാപനത്തിൽ ഇന്നേ വരെ ഏകദേശം 1100ഓളം ശസ്ത്രക്രിയകൾ പൂർത്തിയായി. ഒരു ഡോക്ടർ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻറ്റ്, 4 ഡോഗ് ക്യാച്ചേഴ്സ്, 2 ശുചീകരണ സഹായി എന്നിങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് പാറ്റേൺ. ഒരു സാമൂഹിക ഉത്തരവാദിത്വം എന്ന നിലയിൽ ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കുന്നതിലും അതിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനം ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വഹിച്ച പങ്ക് വളരെ പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ പടിയൂർ ഗ്രാമപഞ്ചായത്തും ഈ പ്രദേശവാസികളും ഈ സ്ഥാപനത്തിന് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയും ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമായ ഉറവിട മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അതിനോടൊപ്പം ഈ തെരുവുനായ പ്രജനന നിയന്ത്രണ പദ്ധതിയും കൂടെ ചേരുമ്പോൾ ഈ അക്രമാസക്തരാകുന്ന തെരുവുനായ്ക്കളുടെ കൂട്ടം എന്ന് പറയുന്ന വെല്ലുവിളിയെ തീർച്ചയായും നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ദിവസേന 7 തൊട്ട് 8 പട്ടികളെ വരെയാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വരുന്നത്. അവരെ കൂട്ടിലാക്കിയതിന് ശേഷം കൃത്യസമയത്ത് അവരെ പരിപാലിക്കുകയും ഫുഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ് ഇവർക്ക് സർജറി ചെയ്യുന്നത്. 8ഓളം പട്ടികളെ സർജറിക്ക് മുന്നേ ഈ ഡോഗ്സിനൊക്കെ നമ്മൾ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ് സർജറിക്ക് വേണ്ടി എടുക്കുന്നത്. സർജറി
ചെയ്തതിന് ശേഷം അവിടുന്ന് തന്നെ നമ്മൾ ഇയർ നോ ചെയ്യുന്നുണ്ട്. ഒരു വി ഷേപ്പിൽ നായ്ക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെവി കട്ട് ചെയ്യുവാണ്, എന്നിട്ട് പുറത്തോട്ട് എടുക്കുന്നു. പിന്നെ 5 ദിവസം നമ്മൾ ഡോഗ്സിനെ നന്നായിട്ട് മോണിറ്റർ ചെയ്ത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ട് പരിപാലിച്ചതിന് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഈ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഡോഗ്സിന് ആൻറ്റി റാബീസ് വാക്സിൻ കൊടുത്തിട്ട് മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. നിലവിലുള്ള നിയമവ്യവസ്ഥിതിക്കനുസരിച്ച് നമുക്കാകെ ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിന് സാധിക്കുന്നത് ABC സെൻറ്ററിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നതാണ്. അതിലെ ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ABC റൂൾസ് പ്രകാരം തന്നെ സ്ഥാപിച്ച് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടി നൽകിക്കൊണ്ടാണ് ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനം വളരെ നന്നായി മുന്നോട്ട് പോകുന്നത്.